സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. എറണാകുളം കളക്ട്രേറ്റിലേക്ക് സമരക്കാർ പ്രതിഷേധ മാർച്ച് നടത്തും. നിരക്കുകൾ ഏകീകരിക്കുക, കമ്പനികളുടെ ചൂഷണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ലിഡിയ ജേക്കബ് വിവരവുമായി ചേരുന്നു. ലിഡിയ, ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ യൂബർ, ഓല പോലെയുള്ളവരാണോ, അതല്ല മറ്റ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരാണോ? ഊബർ, ഓല, ഒപ്പം റാപ്പിഡോ അടക്കമുള്ള ഓൺലൈൻ ടാക്സി ജീവനക്കാരാണ് പണിമുടക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് നിലവിൽ പണിമുടക്ക് തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ എറണാകുളം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് എറണാകുളം കളക്ടറേറ്റ് വന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ ഈ മാർച്ച് നടത്തുന്നത്. പ്രധാനമായും നിരക്ക് ഏകീകരിക്കുക, ഒപ്പം ഈ കമ്പനികളുടെ ചൂഷണം അവസാനിപ്പിക്കുക. അതായത് ഈ ഓൺലൈൻ കമ്പനികൾ, അതായത് റാപ്പിഡോ, ഓലെ പോലുള്ള കമ്പനികൾ വലിയ രീതിയിലുള്ള പ്ലാറ്റ്ഫോം ഫീ അടക്കം ഇവരിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഈ ഇത്തരത്തിൽ ഒരു ഫീ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ്. ലാഭവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ കാലമായി ഈ ആപ്പുകൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വലിയ ചൂഷണം ആണ് ഇവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? എന്തൊക്കെയാണ്? നമ്മുടെ ഓൺലൈൻ മേഖലയിൽ ഒരു ഏകീകൃത നിരക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. ഈ മേഖലയിൽ പലവിധ കമ്പനികൾ കൂണ് പോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരോ ദിവസങ്ങൾ പൈസ കുറച്ചുകൊണ്ട് അവർ കസ്റ്റമറെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ കിടന്ന് വട്ടം തിരിയുകയാണ്. നമുക്ക് മാന്യമായൊരു വേതനം വേണം. അതിന് സർക്കാർ കൃത്യമായിട്ട് ഈ മേഖലയിലേക്ക് ഇടപെടണം എന്നാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഈ ഡ്രൈവർമാർക്ക് മിനിമം വേതനം നമ്മളൊരു ദിവസം വീട്ടിൽ നിന്ന് വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു മിനിമം വേതനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറണം. അതിന് ഈ സംവിധാനത്തെ കൃത്യമായിട്ട് സർക്കാർ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ. രണ്ടാമത്തത്. മൂന്നാമതായിട്ട് ഓൺലൈൻ മേഖലയിൽ കൃത്യമായിട്ടുള്ള കമ്പനികളെ കൃത്യമായി സർക്കാർ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. ഈ മേഖലയിൽ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് കൂണ് പോലെ ഈ കമ്പനികൾ മുളച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്രിഗേറ്റർ പോളിസി എന്ന് പറയുന്ന ഒരു പോളിസിയുടെ കീഴിലാണ് ഈ കമ്പനികളെല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഈ സർക്കാരിന് കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. കമ്പനികൾ വലിയ രീതിയിലുള്ള പ്ലാറ്റ്ഫോം ഫീ ഈടാക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ